വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ പാവർട്ടി ഗ്രാമപഞ്ചായത്തിലെ 4ാം വാർഡിൽ നടന്നിട്ടുള്ള ഒരു ഗ്രാമസഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിഷയങ്ങളാണ് നമ്മളവിടെ ചർച്ച ചെയ്തത്. അതിനോട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മളോട് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. ശനിയാഴ്ച, അതായത് 17ാം തീയതി നടന്നിട്ടുള്ള ആ ഗ്രാമസഭയിൽ പങ്കെടുത്തുള്ള ഭൂരിഭാഗം ആളുകളും തുടക്കത്തിൽ തന്നെ ഗ്രാമസഭയുടെ ആ രജിസ്റ്ററിൽ ഒപ്പിടാനായിട്ട് വിസമ്മതിക്കുകയുണ്ടായത്. അതിൻ്റെ കാരണം അത് ജനുവരി മാസത്തിൽ ഇതേപോലെ സെൻറ്റ് ജോസഫ് സ്കൂളിൽ വെച്ച് നടത്തിയ ആ ഗ്രാമസഭയിൽ തുടക്കത്തിൽ തന്നെ എല്ലാവരും രജിസ്റ്റർ ഒപ്പിട്ട് നൽകുകയും ആ രജിസ്റ്ററിൽ ഒപ്പിട്ടതിന് ശേഷം കൺവീനറുടെയും അതുപോലെ തന്നെ പ്രസിഡൻറ്റിൻ്റെയും പ്രസംഗങ്ങൾക്ക് ശേഷം വിശദമായിട്ടുള്ള പദ്ധതികളും അതുപോലെ തന്നെ ആനുകൂല്യങ്ങളും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ഗ്രാമത്തിൻ്റെ സമഗ്രമായ വികസന പരിപാടികളെ പറ്റിയും അതിനുള്ള ചോദ്യോത്തരങ്ങളും സംശയങ്ങളും നിവാരണങ്ങളും വരുന്നതിന് മുമ്പായിട്ട് അടുത്ത വാർഡിൽ ഗ്രാമസഭയിൽ പങ്കെടുക്കേണ്ടതുണ്ട് എന്ന് മുടന്തൻ ന്യായം പറഞ്ഞ് ഈ ജനങ്ങളുടെ അതല്ലെങ്കിൽ ഈ പെർമനൻ്റ് ആയിട്ടുള്ള ഗ്രാമസഭാ മെമ്പർമാരുടെ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടി രക്ഷപ്പെടുന്ന ഒരു സമീപനമാണ് ജനുവരി മാസത്തിൽ പ്രസിഡന്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പോൾ ഈ ഗ്രാമസഭയുടെ ആ അധികാരത്തെ ഗ്രാമസഭയിൽ പങ്കെടുക്കുന്ന ആ 18 വയസ്സ് തികഞ്ഞിട്ടുള്ള അവിടുത്തെ വോട്ടർമാരുടെ അവകാശമാണ് അവിടുത്തെ കാര്യങ്ങളെപ്പറ്റി, വികസന പരിപാടികളെ പറ്റിയും അതുപോലെ തന്നെ മുൻ പദ്ധതികളുടെ നടത്തിപ്പിനെ പറ്റിയും അതുപോലെ തന്നെ അതിൽ വന്നിട്ടുള്ള അപാകതകളും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കുകയും അത് ക്ലാരിറ്റി വരുത്തുക എന്നത് ഗ്രാമസഭയുടെ ഒരു ഉദ്ദേശ ലക്ഷ്യമാണ്. ഈ ഉദ്ദേശ ലക്ഷ്യത്തിന് വേണ്ടിയാണ് പലരും പല തിരക്കുള്ള കച്ചവടക്കാരും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും കുടുംബിനികളും എല്ലാം അവരുടെ വീട്ടിലെ ജോലികളെല്ലാം പെട്ടെന്ന് തീർത്തിട്ട് ഗ്രാമത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് ഉതകുന്ന അവരുടെ കോൺട്രിബ്യൂഷൻ തരാൻ വേണ്ടി മാത്രമാണ് അവർ ഗ്രാമസഭകളിൽ ഇത്തരത്തിൽ പങ്കെടുക്കുന്നത്. അല്ലാതെ അവിടെ തരുന്ന ചായയും വടയും കഴിച്ചിട്ട് ഒരു കോഴിയോ അതല്ലെങ്കിൽ ഒരു ആടോ കൂടോ വാങ്ങി പോകാനുള്ള ഉദ്ദേശത്തിൽ അവിടെ മെമ്പർമാർ വരുന്നില്ല. അപ്പോൾ ഈ ചർച്ചയ്ക്ക് നിൽക്കാതെ ആ ചർച്ചയിൽ നിന്ന് ജനങ്ങളുടെ സംശയങ്ങളും അതുപോലെ തന്നെ അവരുടെ ചോദ്യങ്ങളിൽ നിന്നും പേടിച്ചോടുന്ന ഒരു സമീപനം ജനുവരി മാസത്തിൽ അധ്യക്ഷയായിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതിൻ്റെ ഫലമായിട്ടാണ് 17ാം തീയതി, അതായത് ശനിയാഴ്ച നടന്നിട്ടുള്ള ഗ്രാമസഭയിൽ മുൻകൂട്ടി രജിസ്റ്ററിൽ ഒപ്പിടാനായിട്ടുള്ള ചില അംഗങ്ങൾ വിസമ്മതിച്ചത്. അപ്പോൾ മുൻ അനുഭവം ഉള്ളത് കൊണ്ട് ഇടയ്ക്ക് വെച്ച് ഇതുപോലെ തന്നെ മറ്റു ഗ്രാമസഭയുണ്ടെന്നോ അതല്ലെങ്കിൽ എവിടെയെങ്കിലും ഉദ്ഘാടനമുണ്ടെന്നോ പറഞ്ഞിട്ട് അവിടുന്ന് സാധാരണ സ്ഥിരം രക്ഷപ്പെടുന്ന അതിൽ ഓടി രക്ഷപ്പെടുന്ന ജനങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന ഒരു സമീപനമാണ് മുൻകാലങ്ങളിലെല്ലാം അധ്യക്ഷനും അതുപോലെ തന്നെ കൺവീനർമാരും സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഓടിപ്പോകുന്ന അല്ലെങ്കിൽ ഇറങ്ങിപ്പോകുന്ന കൺവീനറെ സ്വന്തം വാർഡിൻ്റെ ആവശ്യം മുൻനിർത്തി അതല്ലെങ്കിൽ അവകാശം മുൻനിർത്തി പിടിച്ചു നിർത്താനുള്ള അധികാരം അല്ലെങ്കിൽ അതിനുള്ള ആ ഒരു ബോധ്യം ഒരു മെമ്പർ എന്ന നിലയിൽ കൺവീനർക്ക് ഉണ്ട്. അതിൽ അദ്ദേഹം പൂർണ്ണമായും ജനുവരി മാസത്തിലും അതുപോലെ തന്നെ ഈ 17ാം തീയതി നടന്നിട്ടുള്ള ഗ്രാമസഭയിലും പരാജയപ്പെടുകയുണ്ടായത്. ചില അംഗങ്ങളോട് കയർത്ത് സംസാരിച്ച് ഗ്രാമസഭയിൽ നിന്ന് പ്രസിഡന്റ് ഇറങ്ങിപ്പോയതിന് ശേഷവും അവരെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് കൺവീനറുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനെതിരായിട്ട് ഗ്രാമസഭയിൽ ആ പങ്കെടുത്ത അംഗങ്ങളിൽ ചില ആളുകൾ രണ്ടാമത്, അതായത് കോറം തികയാതെയും ആകെ 15-20 ആളുകൾ മാത്രം പങ്കെടുത്തിട്ടുള്ള ഒരു ഗ്രാമസഭയാണ് 17ാം തീയതി നടന്നതെന്ന് വ്യക്തമാണ്. അതുകൂടാതെ ആ ഗ്രാമസഭയിൽ കോറം തികയ്ക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം പാലിൽ വെള്ളം ചേർക്കുന്നത് പോലെ ഇവിടുത്തെ ഗ്രാമവാസികളുടെ ഇടയിൽ തമാശയ്ക്ക് പറയുന്ന ഒരു ഇതുപോലെ പാൽ സൊസൈറ്റികളിൽ പാലിൽ വെള്ളം ചേർത്ത് പരിചയമുള്ള ആരോ ആണ് ഇത്തരത്തിൽ വളരെ ലളിതമായ വളരെ നിസ്സാരമായിട്ട് ഈ ഗ്രാമസഭയിലെ മിനിറ്റ്സ് അല്ലെങ്കിൽ ഈ രജിസ്റ്റർ കൊണ്ടു നടന്നിട്ട് ഇതിന് ശേഷം, അതായത് 17ാം തീയതി ഗ്രാമസഭ കഴിഞ്ഞതിന് ശേഷം ഇന്നലെ ചില ആളുകളുടെ വീടുകളിൽ പോയിട്ട് ഒപ്പുശേഖരണം നടത്തിയതായിട്ട് അറിയാൻ കഴിഞ്ഞു. ഇത് ജനാധിപത്യത്തെ വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ ഗ്രാമസഭയിലെ ആളുകളുടെ തീരുമാനം എന്ന് പറയുന്നത് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് രണ്ടാമത് ഈ ഗ്രാമസഭ സംഘടിപ്പിക്കുക എന്നതാണ് അവരുടെ മുന്നിലുള്ള ഏക പോംവഴി. അത് ഭരണഘടനാപരമായിട്ട് അവർക്ക് നൽകിയിട്ടുള്ള അവകാശമാണ്. അപ്പോൾ ഈ അവകാശത്തിന് വേണ്ടിയിട്ട് 50ഓളം പേരടങ്ങുന്ന ഈ ഗ്രാമസഭയിലെ സ്ഥിരം അംഗങ്ങൾ എന്ന് പറയുമ്പോൾ 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള വോട്ടർമാരെ ഒപ്പുശേഖരണം നടത്തിയിട്ട് ബഹുമാനപ്പെട്ട തദ്ദേശ സഹകരണ വകുപ്പ് മന്ത്രിക്കും അതുപോലെ തന്നെ പഞ്ചായത്ത് അഡീഷണൽ ഡയറക്ടർക്കും ജില്ലാ കളക്ടർക്കും നിവേദനം അതുപോലെ പരാതി നൽകിയിട്ടുണ്ട്. ഈ 10% തികയാതെ നടന്നിട്ടുള്ള ഈ ഗ്രാമസഭ രണ്ടാമത് 15 ദിവസത്തിനുള്ളിൽ നടത്തണം എന്നാണ് ഈ പഞ്ചായത്ത് രാജ് ആക്ടിലെ കൃത്യമായിട്ട് ഗ്രാമസഭയുടെ വിശദീകരണം പറയുന്ന ഇതിൽ വിശദീകരിക്കുന്നത്.
അതിലെ ഗ്രാമസഭയെ സംബന്ധിച്ച് പഞ്ചായത്ത് രാജ് ആക്ടിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. ആവശ്യത്തിലേക്കായി ഗ്രാമപഞ്ചായത്തിൻ്റെ ഓരോ നിയോജക മണ്ഡലവും 243 അനുച്ഛേദം G ഖണ്ഡത്തിന് കീഴിൽ ഒരു ഗ്രാമമായി നിർദ്ദേശിക്കാവുന്നതാണ്. ഒരു ഗ്രാമത്തിൻ്റെ ഭൂപ്രദേശത്തിൽ ഉൾപ്പെട്ട ഒരു ഗ്രാമത്തെ സംബന്ധിച്ച വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുള്ള എല്ലാ ആളുകളും ചേർന്ന് അപ്രകാരമുള്ള ഗ്രാമത്തിൻ്റെ ഗ്രാമസഭ രൂപീകൃതമായതായി കരുതപ്പെടേണ്ടതാണ്. ഗ്രാമസഭ കുറഞ്ഞ പക്ഷം 3 മാസത്തിലൊരിക്കലെങ്കിലും ഗ്രാമസഭയുടെ കൺവീനർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായി കൂടിയാലോചിച്ച് നിശ്ചയിക്കുന്ന സ്ഥലത്തും തീയതിയിലും സമയത്തും യോഗം ചേരേണ്ടതും യോഗം ചേരുന്ന വിവരം ഒരു പൊതു നോട്ടീസ് മുഖേന ഗ്രാമസഭയുടെ കൺവീനർ ഗ്രാമസഭാംഗങ്ങളെ അറിയിക്കേണ്ടതും അങ്ങനെയുള്ള യോഗങ്ങളിൽ ഗ്രാമസഭ ഉൾക്കൊള്ളുന്ന പ്രദേശത്തെ പ്രതിനിധീകരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തെയും ജില്ലാ പഞ്ചായത്ത് അംഗത്തെയും നിയമസഭാംഗത്തെയും നിർബന്ധമായും ഗ്രാമസഭയുടെ കൺവീനർ ക്ഷണിക്കേണ്ടതുമാണ്. എന്നാൽ ഏതെങ്കിലും ഗ്രാമസഭയിലെ 10% കുറയാതെയുള്ള അംഗങ്ങൾ രേഖാമൂലം ആവശ്യപ്പെടുകയാണെങ്കിൽ ആവശ്യത്തോടൊപ്പം നൽകിയിട്ടുള്ള കാര്യപരിപാടിയോടുകൂടി ഗ്രാമസഭയുടെ ഒരു പ്രത്യേക യോഗം കൺവീനർ 15 ദിവസത്തിനകം വിളിച്ചുകൂട്ടേണ്ടതാണ്. എന്നിരുന്നാലും അപ്രകാരമുള്ള പ്രത്യേക യോഗം വിളിച്ചുകൂട്ടുന്നത് 2 സാധാരണ യോഗങ്ങൾക്കിടയിലുള്ള കാലയളവിൽ ഒരിക്കൽ മാത്രം ആയിരിക്കേണ്ടതാണ്. ഒരു ഗ്രാമത്തിൻ്റെ ഭൂപ്രദേശത്തുൾപ്പെട്ട നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് അംഗം ആ ഗ്രാമസഭയുടെ കൺവീനർ ആയിരിക്കുന്നതും എന്നാൽ ഏതെങ്കിലും കാരണവശാൽ കൺവീനർക്ക് തൻ്റെ കടമ നിർവഹിക്കുന്നതിന് ശാരീരികമായോ മറ്റു തരത്തിലോ സാധിക്കാതെ വന്നാൽ പ്രസിഡന്റിന് തൊട്ടടുത്തുള്ള ഏതെങ്കിലും നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന അംഗത്തെ കൺവീനറായി നിയമിക്കാവുന്നതാണ്. ഗ്രാമസഭയുടെ ഏതൊരു യോഗത്തിലും ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റോ അഥവാ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ വൈസ് പ്രസിഡന്റോ അതുമല്ലെങ്കിൽ അവരുടെ 2 പേരുടെയും അസാന്നിധ്യത്തിൽ ഗ്രാമസഭയുടെ കൺവീനറോ അധ്യക്ഷം വഹിക്കേണ്ടതാണ്. ആ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് മുൻ വർഷത്തെ വികസന പരിപാടികളെയും നടപ്പു വർഷത്തെ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പരിപാടികളെയും അതിനു വേണ്ടി വരുന്ന ചെലവിനെയും സംബന്ധിച്ച ഒരു റിപ്പോർട്ടും മുൻ വർഷത്തെ വാർഷിക കണക്കുകളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റും ഭരണനിർവഹണത്തിന് ഒരു റിപ്പോർട്ടും ഒരു വർഷത്തിലെ ആദ്യ യോഗത്തെ ഗ്രാമസഭ മുൻപാകെ ഗ്രാമപഞ്ചായത്ത് വയ്ക്കേണ്ടതാണ്. ഗ്രാമസഭയുടെ ഏതെങ്കിലും തീരുമാനം ഏതെങ്കിലും സാഹചര്യത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അധ്യക്ഷൻ അതിനുള്ള കാരണം ഗ്രാമസഭയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതുമാണ്. ശനിയാഴ്ച നടന്ന ഗ്രാമസഭയിൽ പങ്കെടുത്ത ആളുകളിൽ ചിലർ രജിസ്റ്ററിൽ ഒപ്പ് രേഖപ്പെടുത്താൻ വിസമ്മതിക്കുകയുണ്ടായത്. അതിൻ്റെ കാരണം മുമ്പ് ജനുവരി മാസത്തിൽ ഇത്തരത്തിൽ ഗ്രാമസഭയിൽ സെൻറ്റ് ജോസഫ് സ്കൂളിൽ നടന്നിട്ടുള്ള ഗ്രാമസഭയിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ വരുമ്പോൾ തന്നെ രജിസ്റ്ററിൽ ഒപ്പ് രേഖപ്പെടുത്തുകയും ആ ഒപ്പ് രേഖപ്പെടുത്തിയതിന് ശേഷം കൺവീനറുടെയും അധ്യക്ഷൻ്റെയും പ്രസംഗത്തിൻ്റെ ശേഷം അവരുടെ വിശദീകരണമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ പദ്ധതികളെ പറ്റിയിട്ടുള്ള വിശകലനങ്ങളോ അതുപോലെ തന്നെ ചോദ്യോത്തരങ്ങളോ ഒന്നും പങ്കെടുക്കാതെ വേറെ വാർഡിലെ ഒരു ഗ്രാമപഞ്ചായത്ത് മീറ്റിങ്ങിൽ പങ്കെടുക്കാറുണ്ട് എന്ന് പറഞ്ഞ് പ്രസിഡന്റ് അവിടെ നിന്ന് ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകാതെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയുണ്ടായത്. ഗ്രാമത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ച് വികസന വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ട ആ ഒരു ഗ്രാമസഭയിൽ ഈ മറുപടി നൽകാതെ ഇറങ്ങിപ്പോയതിൻ്റെ പ്രതിഷേധം എന്ന നിലയിലാണ് ഇത്തരത്തിൽ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശനിയാഴ്ച നടന്ന, അതായത് 17-ാം തീയതി നടന്നിട്ടുള്ള ഗ്രാമസഭയിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾ പെർമനൻ്റ് ആയിട്ടുള്ള മെമ്പർമാർ, അതായത് പെർമനൻ്റ് മെമ്പർമാരെന്ന് പറയുന്നത് 18 വയസ്സ് പൂർത്തിയായിട്ടുള്ള ഇന്ത്യൻ പൗരനായിരിക്കുന്ന ആ വാർഡിലെ സ്ഥിരതാമസക്കാരായ എല്ലാവരും പെർമനൻ്റ് ആയിട്ടുള്ള മെമ്പർമാരാണ്. അവർ തിരഞ്ഞെടുക്കപ്പെടുന്ന ടെമ്പററി മെമ്പർമാർ മാത്രമാണ് ഈ 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന മെമ്പർമാർ. ഈ പെർമനൻ്റ് ആയിട്ടുള്ള മെമ്പർമാരുടെ തീരുമാനത്തെ ഖണ്ഡിക്കാനായിട്ട് ഈ ഗ്രാമസഭയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ അധികാരത്തെ ഓവർടേക്ക് ചെയ്യാനായിട്ട് പഞ്ചായത്തിന് പോലും അധികാരമില്ല. അത്രയും അധികാരം നൽകുന്ന ഒരു ഗ്രാമസഭയിൽ നിന്ന് വികസനപരമായിട്ടുള്ള ഗ്രാമത്തിൻ്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വികസന വിഷയവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയതിൻ്റെ പ്രതിഷേധിക്കാതെ അല്ലെങ്കിൽ ഇറങ്ങിപ്പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക എന്ന ആ ഒരു ഉദ്ദേശത്തോടെയാണ് മൃഗാശുപത്രിക്ക് സമീപം നടന്ന 17-ാം തീയതി നടന്നിട്ടുള്ള ആ ഗ്രാമസഭയിൽ ഗ്രാമസഭ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞങ്ങളുടെ ചോദ്യങ്ങൾക്കോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഉത്തരം കൃത്യമായി ലഭിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഒപ്പിട്ട് തരുകയോ എന്ന് ചില അംഗങ്ങൾ വാശി പിടിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ചില നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. അപ്പോൾ കോർഡിനേറ്റർ ആയിട്ടുള്ള കൃഷി ഓഫീസറുമായിട്ട് ചെറിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടാവുകയും ചോദ്യം ചോദിക്കാനും അതുപോലെ ഗ്രാമസഭയിൽ ഇരിക്കാനും ഈ രജിസ്റ്ററിൽ ഒപ്പിട്ടതിന് ശേഷം മാത്രമേ സാധിക്കൂ എന്ന് അദ്ദേഹം പറയുകയും അപ്പോൾ ചില അംഗങ്ങൾ ഈ കോർഡിനേറ്ററോട് ഇതേ അധികാരം
ഈ ഗ്രാമസഭ അവസാനിക്കുന്നതുവരെ കൺവീനറെയും അതുപോലെ തന്നെ പ്രസിഡന്റിനെയും മറ്റാളുകളെയും പിടിച്ചിരുത്താനും അവരെ അതിൽ പങ്കെടുപ്പിക്കുന്നത് അവസാനം വരെ പങ്കെടുപ്പിക്കാനുള്ള അധികാരം കൂടി കോർഡിനേറ്റർക്കുണ്ടെന്നും അത് നടപ്പാക്കി തരാനുള്ള ഉത്തരവാദിത്തം കോർഡിനേറ്റർ എന്ന നിലയിൽ കൃഷി ഓഫീസർക്ക് ഉണ്ടെന്നും അത് പൂർണ്ണമായി നടപ്പാക്കിയാൽ ആദ്യമേ അതല്ലെങ്കിൽ അത് നടപ്പാക്കുമെന്ന് 100% ഉറപ്പ് നൽകിയാൽ അപ്പോൾ തന്നെ ഒപ്പിട്ട് നൽകാമെന്ന് പറയുകയുണ്ടായി.